Now tell me 48. ഇതിൽ നമുക്ക് ട്രിക്സ് ഉപയോഗിക്കാം. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. വെൻ യു ട്രാവൽ ഇൻ ദ ഹിമാലയ, നിങ്ങൾ ഹിമാലയം വഴി ട്രാവൽ ചെയ്യാന്ന് പ്രത്യേകിച്ച് ഒരു സ്ഥലം പറയുന്നില്ല, എൻറ്റയർ ഹിമാലയ ടച്ചസ് ഫ്രം എവിടെയാ വെസ്റ്റ് ടു ഈസ്റ്റ് വരെ ഉണ്ട്, അങ്ങനെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഹിമാലയം മുഴുവൻ സഞ്ചരിച്ച് അവിടെ ഒരു ഗോർജ് പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടാൽ ഇട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മനസ്സിലായില്ലേ? ബ്രോഡാണ്. അതായത് പുള്ളി പോയി നോക്കിയപ്പം അവിടെ ഒരു യു ടേൺ റിവറും ഇല്ല എന്ന് ഉറപ്പിച്ചു. മനസ്സിലായില്ലേ? ഓരോ മുക്കിനും മൂലയിലും പോയിട്ട് ഹിമാലയം നോക്കിയിട്ട് യു ടേൺ റിവർ ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കുകയാണ് യു ടേൺ റിവർ. എന്നിട്ട് അത് തെറ്റിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ സെൻസ് നമ്മൾ ആലോചിക്കണം. ഓക്കെ, they're asking a possibility. The above can be said to be which of the following can be പ്രശ്നമുണ്ട്. which of the following above can be said to be the evidence for the Himalayas being young-fold mountains. എന്തൊക്കെ കൊണ്ടാണ് ഹിമാലയത്തിന് young fold എന്ന് പറയുന്നത്? ഒന്ന് ഹിമാലയത്തിന് ഡീപ്പ് ഗോർജസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 2 യു ടേൺ റിവേഴ്സ് ഉണ്ട്, പിന്നെ പാരലൽ മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്, സ്റ്റീപ്പ് ഗ്രേഡിയൻസ് കോസിങ് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ട്. ഒന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, അതിന്റെ മുകളിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഡി മാർക്ക് ചെയ്യുക, പോവുക. ക്ലിയർ ആയോ? ശരി. ഇനി ഹിമാലയത്തിന്റെ മുകളിൽ ഡെൽറ്റ ഉണ്ടെന്ന് പറഞ്ഞാളായിരുന്നു. അപ്പോൾ യുക്തിയും കൂടി ഉപയോഗിക്കണം. ഞാൻ ഈ പറഞ്ഞൊന്നും പറഞ്ഞിട്ട് എന്തോ അങ്ങനെ അങ്ങ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചില യുക്തി ബോധങ്ങളുണ്ടല്ലോ. അവിടെ ഡെൽറ്റ ഉണ്ട്, ഗ്ലേഷ്യർ ഉണ്ടെന്നൊക്കെ പറഞ്ഞെടുക്കാം. ഓക്കെ, ലേക്ക് ഉണ്ട്, അതൊക്കെ കറക്റ്റാണ്. ഫൈൻ. അപ്പൊ നമുക്ക് നോക്കാം. When you travel in Himalayas, you will see the deep gorges, U-turn river courses, parallel mountain ranges, and steep gradients causing landslides. Okay, now see this. ഇനി ഹിമാലയത്തെ പറ്റി നമുക്ക് നോക്കാം. ഹിമാലയത്തിനെ നമ്മൾ ബേസിക്കലി 4 ലോങ്ങിറ്റ്യൂഡിനൽ റേഞ്ച് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ റേഞ്ചിന്റെ പേരാണ് എന്ത്? ട്രാൻസ് ഹിമാലയ, അല്ലെങ്കിൽ നോർത്ത് ഓഫ് ഗ്രേറ്റ് ഹിമാലയാസ്. അവിടെയാണ് എന്ത്? ട്രാൻസ് ഹിമാലയ. അത് ലൊക്കേറ്റഡ് നോർത്ത് ഓഫ് ഹിമാദ്രി. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്, കാരകോരം, ലഡാക്ക്, സസ്കർ. And then your cold desert region of Ladakh is part of this Trans Himalaya. Then it contains high peaks like K2. Where in Karakoram. Then UPSC യുടെ ഒരു ട്രാപ്പ് ഉണ്ട് അവിടെ. Karakoram is part of Trans Himalayas ആണ്, not Greater Himalayas. This is all about Trans Himalayas. Then see this, Greater Himalayas. അത് കഴിഞ്ഞിട്ട് it's also called Himadri. അവിടെ എന്തൊക്കെ കാണാം? നോർത്തേൺ മോസ്റ്റ് ആൻഡ് ഹയസ്റ്റ് റേഞ്ച് ഇവിടെയാണ്. ഇതാണ് ഹയസ്റ്റ് റേഞ്ച് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവർ ആൻസർ ഷുഡ് ബി ഗ്രേറ്റർ ഹിമാലയാസ്. ഹയസ്റ്റ് റേഞ്ച് ഏകദേശം ആവറേജ് ഹൈറ്റ് എത്രയാ? 6000 മീറ്റർ ആണ്. ഓക്കെ, ദെൻ പെർപെച്വലി സ്നോ കവേർഡ്, കണ്ടെയ്ൻസ് ഹയസ്റ്റ് പീക്സ് ലൈക്ക് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗ പർവ്വത്. ഇതൊക്കെ എവിടെയാണ്? ഏറ്റവും ഹയസ്റ്റ് പീക്സ് എല്ലാം വരുന്നത് എവിടെയാണ്? ഗ്രേറ്റർ ഹിമാലയയിലാണ്. ദെൻ സോഴ്സ് ഓഫ് മേജർ റിവർ ലൈക്ക് യുവർ ഇൻഡസ്, യുവർ ഗംഗ, യുവർ ബ്രഹ്മപുത്ര, ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ദിസ് ഗ്രേറ്റർ ഹിമാലയാസിൽ നിന്നാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ ലെസർ ഹിമാലയ, സൗത്ത് ഓഫ് ഹിമാദ്രി. ഏകദേശം ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് 3500 to 4500 ആണ്. ഇതിന്റെ ഒരു പ്രശ്നം, ദേ ആർ ഹൈലി ഡിസെക്റ്റഡ്, ദേ ആർ നോട്ട് കണ്ടിന്യൂസ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ ഇത്തിരി പാടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് വന്നുകൊണ്ടേയിരിക്കും. ദെൻ ഫേമസ് ഹിൽ സ്റ്റേഷൻസ് ലൈക്ക് ഷിംല, യുവർ മസൂരി, ഒക്കെ എവിടെയാണ്? ലെസർ ഹിമാലയസിലാണ്. ദെൻ നൈനിറ്റാൽ, ദെൻ പിർപ്പാഞ്ചൽ റേഞ്ച് ഇൻ ലെസർ ഹിമാലയാസ്, നോട്ട് ഗ്രേറ്റർ ഹിമാലയാസ്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരകോരം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ. 1995 ഒരു PYQ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ നോർത്ത് ടു സൗത്ത്. ക്ലിയർ? നൗ ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് റേഞ്ച്, ദൗലധാർ റേഞ്ച്. ദെൻ കാശ്മീർ വാലി, അതൊക്കെ എവിടെയാണ്? ലെസർ ഹിമാലയയിലാണ്. ദെൻ ശിവാലിക് ഓർ ദ ഔട്ടർ ഹിമാലയ, 4th റേഞ്ച്. സദേൺ മോസ്റ്റ്, ഏകദേശം ഹൈറ്റ് കണ്ടോ? 900 to 1100, മെയ്ഡ് ഓഫ് അൺകൺസോൾഡേറ്റഡ് സെഡിമെന്റ്സ്, നോൺ ഫോർ ബാബർ, ടെറായ്. ഈ ബാബർ റീജിയൻ, ടെറായ് റീജിയൻ എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ഈ ശിവാലിക്കിന്റെ ഭാഗത്താണ്. ദെൻ ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഫോംഡ് ബൈ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ഫ്രം അപ്പർ ഹിമാലയാസ്. ക്ലിയർ?